ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒരു ഉറക്കത്തിൽ നിന്നും സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിരിക്കുകയാണ് അർച്ചന ഒരു ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം. ആ കാര്യം സച്ചിയോട് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ ക്ഷേത്രത്തിൽ പോകണമെന്ന് ആവശ്യപ്പെടുന്നു. നാളെ രാവിലെ തന്നെ പോകാമെന്ന് സച്ചി പറയുന്നു. സമാധാനിപ്പിച്ച് അർച്ചനയെ ഉറക്കുകയാണ് സച്ചി. ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നുണ്ട്. അർച്ചന സ്വപ്നത്തിൽ കണ്ട അതേ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. അർച്ചനയും സച്ചിയും കുഞ്ഞുമായി വന്നിരിക്കുന്നു. തിരുമേനി പറയുന്നു, വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. ആ സ്വപ്നത്തിന്റെ കാര്യം, അതിന് വേറെന്തെങ്കിലും ദോഷമുണ്ടാവുമോ എന്ന് സച്ചി തിരുമേനിയോട് ചോദിച്ചു. അത് കാരണം അർച്ചന ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നും പറയുന്നു. ആ സ്വപ്നത്തിന് ഒരു ദോഷവുമില്ല, പക്ഷേ ഗുണം ഉണ്ട് താനും. ഇഷ്ടമുള്ളവരെ ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കും. അത് ഭഗവാന് ഒരു രസമാണ്. ഇത്രയും പരീക്ഷണങ്ങൾ നടന്നത് ഏറ്റവും ഒരു പരിശുദ്ധമായ ഒന്നിനു വേണ്ടിയിട്ടാണെന്നും അദ്ദേഹം പറയുന്നു. ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്ന സൂചന, ജനിക്കാൻ പോകുന്നത് ഒരു സാധാരണ കുഞ്ഞല്ല, ദൈവാനുഗ്രഹമുള്ള ഒരു കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ സരസ്വതിയും ശിവനും പാർവതിയും എല്ലാം ആ കുഞ്ഞിന്റെ നാവിൻ തുമ്പിലുണ്ടാകും. അതിശയത്തോടെ സച്ചി ചോദിക്കുന്നു, തിരുമേനി പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കൃത്യമായി പറയാൻ അറിയില്ല, പക്ഷേ എന്നാലും ഭഗവാൻ മനസ്സിൽ കാണിച്ചു തരുന്ന ചില സൂചനയുണ്ട്. ഈ ഭൂമിയിൽ പിറക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞ് ആത്മീയമായ ഒരുപാട് കരുത്ത് നേടേണ്ടതുണ്ട്. അനുഭവിച്ച ഈ പ്രതിസന്ധിയെല്ലാം ആ കരുത്ത് നേടാൻ വേണ്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. എല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്നർത്ഥം. ഇതോടെ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമായി. ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും. നന്നായി പ്രാർത്ഥിച്ചോളൂ, എല്ലാം ശരിയാകുമെന്നും പറയുന്നു അദ്ദേഹം. ഇത് കേട്ട് അല്പം സമാധാനത്തോടെയും സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയായിരുന്നു. അപ്പോ അവിടെ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നത് കാണുന്നു. അത് മറ്റാരുമല്ല, ശിവരാമൻ തന്നെയാണ്. ശിവരാമനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം എന്തെന്നാൽ ഒരു ഭിക്ഷക്കാരനായിട്ട് താടിയും മുടിയൊക്കെ വളർത്തിയ നിലയിലാണ് കണ്ടത്. ഓരോ ഭിക്ഷക്കാരും വന്ന് അവരോട് പൈസ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയായിരുന്നു അർച്ചന. അർച്ചനയ്ക്ക് എന്തോ ഒരു കണ്ട പരിചയം പോലെ. അങ്ങനെ അർച്ചന അയാളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പൈസ കൊടുക്കുമ്പോൾ ശിവരാമൻ അത് അർച്ചനയുടെ മുഖത്ത് നോക്കി വാങ്ങിക്കുന്നുണ്ട്. ശിവരാമന്റെ മുഖം കണ്ടതും അർച്ചനയ്ക്ക് പെട്ടെന്ന് ശിവരാമനെ മനസ്സിലാകുന്നു. അദ്ദേഹം പെട്ടെന്ന് നോക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് തല താഴ്ത്തിയിരിക്കുന്നു. സംശയത്തോടെ തന്നെ അർച്ചന ശിവരാമേട്ട എന്ന് വിളിച്ചപ്പോൾ അയാളുടെ ഒരു പതർച്ച. അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി, സച്ചിക്ക് മനസ്സിലാകുന്നു. ശിവരാമൻ എഴുന്നേറ്റു. നിങ്ങൾ കാട്ടിൽ ഉപേക്ഷിച്ച കുഞ്ഞല്ലേ, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ എന്താകുമായിരുന്നേ? സ്വന്തം കുഞ്ഞിനെ കുറ്റിക്കാട്ടിൽ എറിഞ്ഞിട്ട് പോയ നിങ്ങളെ ഇപ്പോ പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് സച്ചി അയാളോട് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അല്ല ഒരു വെപ്രാളത്തോടെയാണ് പറയുന്നത്, ഇത് എന്റെ കുഞ്ഞല്ല. ഇത് കേട്ട് അവർ ഞെട്ടി. ശിവരാമേട്ടൻ എന്താ ഭ്രാന്ത് പറയുകയാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു, എനിക്ക് ഭ്രാന്തല്ല കുഞ്ഞെ, ഇവിടുത്തെ ഭഗവാനാണ് സത്യം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് എന്റേതല്ല, പക്ഷെ എന്റെ കുഞ്ഞ് നെല്ലിശ്ശേരിയിലുണ്ട്. അവർക്കൊന്നും മനസ്സിലായില്ലെന്ന് സച്ചി. ആതിരയുടെ കയ്യിലിരിക്കുന്നതാണ് എന്റെ കുഞ്ഞ്. ശേഷം നെല്ലിശ്ശേരിയിൽ സേതുമാധവൻ എല്ലാവരെയും വിളിപ്പിച്ചിരിക്കുന്നു. അവിടെ സന്ദീപും ആതിരയും സ്നേഹിയും അവന്തികയും ഉണ്ട്. എന്റെ തീരുമാനത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇന്നു മുതൽ അവന്തികയായിരിക്കും കമ്പനിയുടെ ചെയർപേഴ്സൺ. സന്ദീപ് ചോദിക്കുന്നു, എന്തിനാ ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? കാരണമുണ്ട്. കമ്പനി സെക്രട്ടറി രാജഗോപാലിനോട് അതിനുവേണ്ട ലീഗൽ ഡോക്യുമെന്റ്സ് തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് സ്നേഹ പറയുന്നു, എനിക്കിതിന് സമ്മതമല്ല. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അച്ഛൻ ഞങ്ങളോട് ഒന്ന് ആലോചിക്കണമായിരുന്നു. അല്ല അച്ഛാ, നന്ദേട്ടന്റെ അഭിപ്രായം കൂടി അറിയണ്ടേ എന്ന് ആതിര ചോദിക്കുന്നുണ്ട്. നന്ദേട്ടന്റെ അഭിപ്രായം അച്ഛനും എനിക്കും അറിയാം എന്ന് അവന്തിക പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കമ്പനിയിലുണ്ടായ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവന്തികയെ കമ്പനിയിലേക്ക് പറഞ്ഞു വിട്ടത് ഞാനാണ്. പക്ഷെ അവിടെ എന്താ ഉണ്ടായത്? ഇവളെ അവിടുന്ന് അപമാനിച്ചിറക്കി വിട്ടോ. അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നോട് ഒരു വാക്ക് ചോദിച്ചോ? ഇല്ലല്ലോ. ഈ കുടുംബത്തിനകത്ത് സംഘർഷം ഒഴിവാക്കാനും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനും അവന്തികയ്ക്ക് കഴിയും. അതുകൊണ്ട് ലീഗലായി തന്നെ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീന്റെ ചെയർപേഴ്സൺ സ്ഥാനം ഞാൻ അവന്തികയ്ക്ക് കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ചോദിച്ച് നടപ്പിലാക്കുന്ന അച്ഛനെ എന്തുകൊണ്ട് ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല? അവന്തിക എടുത്തി അവിടെ വന്ന് ധനുഷിനെ അപമാനിച്ചപ്പോഴാണ് ഏട്ടത്തി അവിടെ നിന്ന് ഇറക്കി വിട്ടത്. അവന്തിക പറയുന്നു, കമ്പനി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അച്ഛന്റെ അധികാരത്തെയാണ് അന്ന് അവർ ചോദ്യം ചെയ്തത്. നന്ദന്റെ ഭാര്യ എന്ന നിലയിൽ കമ്പനിയിൽ നന്ദന്റെ അതേ സ്ഥാനത്തേക്ക് വരുന്നതിൽ അവന്തികയ്ക്ക് ഒരു തടസ്സവും ഇല്ല.
സ്നേഹ പറയുന്നു, അച്ഛൻ പറയുന്നത് പോലെ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. ഡയറക്ടർ ബോർഡ് സംഘങ്ങൾ എന്ന നിലയിൽ എന്റെയും സച്ചിയേട്ടന്റെയും സന്ദീപേട്ടന്റെയും അഭിപ്രായം മാനിച്ചേ പറ്റൂ. നിങ്ങൾക്കെല്ലാം ഈ അവകാശങ്ങൾ തന്നത് ഞാനാണല്ലോ, അതാരും മറക്കണ്ട എന്ന് സേതു. അവന്തികയുടെ ചെയർപേഴ്സണായിട്ട് അച്ഛനെ നിയമിക്കാം, പക്ഷേ അതിന് ഭൂരിപക്ഷം ബോർഡ് അംഗങ്ങളുടെ അഭിപ്രായം വേണം. സച്ചിയേട്ടൻ കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് സന്ദീപ് പറയുമ്പോൾ സേതു പറയുന്നു, അപ്പോ എന്റെ തീരുമാനത്തെ നിങ്ങൾ എല്ലാവരും കൂടി എതിർക്കും എന്നാണല്ലേ? ഈ തീരുമാനം എതിർക്കേണ്ടത് തന്നെയാണ്, ഞാനിതിന് സമ്മതിക്കില്ലെന്ന് സ്നേഹ പറഞ്ഞിട്ട് അവിടുന്ന് പോയി. എന്റെ തീരുമാനത്തിന് വിലയില്ലാണ്ടായാൽ പിന്നെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണെന്ന് സേതു. അത് ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ല. പക്ഷെ അച്ഛന്റെ സ്വത്തുകൾ ഞങ്ങൾ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അതിന് അച്ഛൻ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട്, ഇതിലെനിക്കൊരു സംശയമില്ല. പക്ഷെ എന്റെ സ്വത്തുക്കൾ ആർക്ക് എപ്പോ എങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അവന്തികയെ ചെയർപേഴ്സണായി തീരുമാനിച്ചത് ഞാനാണ്. ആ തീരുമാനം നടക്കണം, നടന്നേ പറ്റൂ. അനഘ കുഞ്ഞുമായി അവിടേക്ക് വരുന്നു. മോളെ രാജഗോപാലിനെ വിളിച്ചു നോക്കാൻ അവന്തികയോട് സേതു പറയുന്നു. അങ്ങനെ പുറത്തേക്ക് പോയി രാജഗോപാലിനെ വിളിക്കുകയാണ് അവന്തിക. സേതു ഉറച്ച തീരുമാനത്തിൽ തന്നെ അങ്ങനെ ഉമ്മറത്ത് നിന്ന് രാജഗോപാലിനെ വിളിക്കുകയായിരുന്നു അവന്തിക. അപ്പോഴേക്കും അവിടേക്ക് സച്ചിയുടെ കാർ വരുന്നു. സച്ചിയുടെ കൂടെ അർച്ചനയും ഉണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അവന്തിക. അർച്ചന നെല്ലിശ്ശേരിയുടെ പടി കയറാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെ കയറി വരുമ്പോൾ നിൽക്ക് എന്ന് അവന്തിക അർച്ചനയോട് പറയുന്നുണ്ട്. ദേഷ്യത്തോടെ അർച്ചന എന്നാക്കുകയാണ് അവന്തികയുടെ മുന്നിൽ. വളരെ ദേഷ്യത്തോടെ അർച്ചന നോക്കുകയും ചെയ്യുന്നു അവന്തികയോട്. അന്ന് അവന്തിക അർച്ചനയോട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. അർച്ചന പറഞ്ഞിട്ട് പോയ കാര്യം ഇപ്പോൾ അവന്തിക ഓർത്തുകൊണ്ട് നിൽക്കുന്നു. ഒന്നും മിണ്ടാതെ അർച്ചന അകത്തേക്ക് പോയി. ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് അവന്തിക. സച്ചി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. കുഞ്ഞുമായി അർച്ചന നെല്ലിശ്ശേരിയിലേക്ക് വരുന്നു. അർച്ചനെ അവിടെ കണ്ട സേതുവും ഒന്ന് ഞെട്ടി. സന്തോഷത്തോടെ ഏട്ടതി എന്ന് പറയുകയാണ് സന്ദീപ്. അതുപോലെ തന്നെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ആദരയും അനഘയും ഒക്കെ. സേതുവിനും സന്തോഷമാകുന്നുണ്ട് അർച്ചനെ അവിടെ കണ്ടപ്പോൾ. ഓടിപ്പാഞ്ഞ് അവിടേക്ക് വരികയാണ് അവന്തിക. അനഘ അർച്ചനയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ എടുത്തു. അല്ല, എന്താടി വൃന്ദാവനത്തിൽ നിന്നും നിന്നെ ഇറക്കി വിട്ടോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, എന്താ എടുത്തേ, പേടിച്ചു പോയോ? പിന്നെ പേടിക്കാതെ ഇറങ്ങിപ്പോയ ദോഷം അതുപോലെ തിരിച്ചു വന്നിരിക്കുകയല്ലേ? അർച്ചന പറയുന്നു, എങ്കിൽ ഏടത്തി കൂടുതൽ പേടിക്കണം. അച്ഛനെ കാണാനും ചിലത് പറയാനുമായിട്ട് ഒരാൾ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട് എന്ന് സേതുവിനോട് അർച്ചന പറയുന്നു. അയാൾ പറയുന്നത് അച്ഛൻ സമാധാനത്തോടെ കേൾക്കണം. ആര് പറയുന്ന കാര്യങ്ങളാ ഞാൻ കേൾക്കേണ്ടതെന്ന് സേതു പറയുന്നുണ്ട്. എല്ലാവരും പുറത്തേക്ക് നോക്കുന്നു, ആരാണ് വരുന്നത് എന്നറിയാൻ. സച്ചി ആദ്യം വന്നു. സച്ചിയെ കണ്ട ഒരു കൂസലമില്ലാതെ അവന്തിക നിൽക്കുന്നുണ്ട്. എന്നാൽ സച്ചിയുടെ പിറകിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, ശിവരാമൻ തന്നെ. ശിവരാമനെ കണ്ടതും അവന്തികയൊന്ന് ഞെട്ടി. ശിവരാമനെ ഈ കോലത്തിൽ കണ്ടപ്പോൾ പെട്ടെന്ന് സന്ദീപിനും ആദരയ്ക്കും അനഘയ്ക്കും ആൾ ആരാണെന്ന് മനസ്സിലായില്ലായിരുന്നു. പിന്നെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ശിവരാമനാണെന്ന്. ദേഷ്യത്തോടെ സേതു ശിവരാമനെ നോക്കുന്നുണ്ട്. ആദരയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടപാടെ ശിവരാമനെ എടുക്കണമെന്നുണ്ട്. എന്താ എടുത്ത് ഇപ്പോ ശരിക്കും പേടിച്ചോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അവന്തികയോട്. ശിവരാമൻ അർച്ചനയുടെ കയ്യിൽ പെട്ടു. എല്ലാം ഇവരോട് പറഞ്ഞിട്ടുണ്ടാവുമോ? ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇരയുടെ വേഷം കെട്ടിയേ പറ്റൂ എന്ന് അവന്തിക ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പെട്ടെന്ന് അച്ഛനോട് പറയുന്നു, അർച്ചന വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാ വന്നിരിക്കുന്നത്. അപ്പോ പ്രശ്നം ഉണ്ട് എന്ന് അവന്തികയുടെ അടുത്തേക്ക് അറിയാം എന്ന് സച്ചി പറയുന്നുണ്ട്. എന്നാ എല്ലാ പ്രശ്നവും തീർക്കാനാ ഇപ്പോ അർച്ചന വന്നിരിക്കുന്നത്. അച്ഛൻ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ശിവരാമേട്ടൻ പറയുന്നത് കേൾക്കണമെന്ന് അർച്ചന. സച്ചി ശിവരാമനോട് പറയുന്നുണ്ട്, ശിവരാമ, ഞങ്ങളോട് താൻ പറഞ്ഞതെല്ലാം ഇവിടെ ഒരിക്കൽ കൂടി ആവർത്തിക്കണം. ചുരുക്കി പറഞ്ഞാൽ മതി, പക്ഷേ നല്ല മണിയായി എല്ലാവർക്കും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ സത്യം മാത്രം പറയണം. വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.